എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓണക്കാലത്ത് തിയേറ്ററുകളിലേക്ക് റിലീസെത്തി വലിയ വിജയം നേടിയ രണ്ട് സിനിമകളാണല്ലോ കിഷ്കിന്ധാകാണ്ടും അതുപോലെ തന്നെ ARM-ഉം. ഈ രണ്ട് സിനിമകളുടെ ഒഫീഷ്യലായിട്ടുള്ള ഫൈനൽ ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ടോവിനോ തോമസ് നായകനെത്തിയ ARM എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകളാണ് അറിയിക്കാൻ പോകുന്നത്. ജിതിൻ ലാലിന്റെ സംവിധാനത്തിൽ സെപ്റ്റംബർ മാസം 12-ാം തീയതി ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തി ബോക്സ് ഓഫീസിൽ 100 കോടിക്ക് മുകളിൽ രൂപ നേടി വലിയ വിജയം നേടിയ സിനിമ കൂടിയാണല്ലോ ARM. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഫൈനൽ ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ആദ്യമേ തന്നെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ചിത്രം 68,75 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം 5,53,00,000 രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ഓവർസീസിൽ നിന്ന് മാത്രം ചിത്രം 32,50,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ARM എന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം ഫൈനൽ കളക്ഷനായിട്ട് നേടിയിരിക്കുന്നത് 106,78,00,000 രൂപയാണ്. ടോവിനോ തോമസിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ചെലവേറിയ സിനിമ കൂടിയായ ARM എന്ന സിനിമ ഇപ്പോഴത്തെ ടോവിനോ തോമസിന്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ കേരള കളക്ഷൻ നേടുന്ന സിനിമയും അതുപോലെ തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയും 100 കോടി ക്ലബിൽ കയറുന്ന സിനിമ കൂടിയുമായി ARM മാറിയിരിക്കുകയാണ്. അതേസമയം കിഷ്കിന്ധാകാണ്ഡം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സിനിമയും സെപ്റ്റംബർ മാസം 12-ാം തീയതി ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തി വലിയ വിജയം നേടിയ സിനിമ കൂടിയാണല്ലോ. ആസിഫ് അലിയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയം നേടിയ കിഷ്കിന്ധാകാണ്ഡം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 41,02,00,000 രൂപയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഗ്രോസ് നേടിയിരിക്കുന്നത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം 6,70,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ഓവർസീസിൽ നിന്ന് മാത്രം ചിത്രം 29 കോടി രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ കിഷ്കിന്ധാകാണ്ഡം എന്ന സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം 76,72,00,000 രൂപയാണ് ചിത്രം ഗ്രോസ് നേടിയിരിക്കുന്നത്. 5,50,00,000 ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ വലിയ വിജയം നേടിയ കിഷ്കിന്ധാകാണ്ഡം എന്ന സിനിമയുടെ OTT സാറ്റലൈറ്റ് കളക്ഷൻ റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുകയാണ്. നിലവിൽ OTT സാറ്റലൈറ്റ് ബിസിനസ് മാത്രം ചിത്രം 12 കോടി രൂപയാണ് നേടിയിരിക്കുന്നത്. ആസിഫ് അലിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ബിസിനസ് നേടുന്ന സിനിമ കൂടിയായി ഇതിനോടകം തന്നെ കിഷ്കിന്ധാകാണ്ഡം മാറിയിരിക്കുകയാണ്. അങ്ങനെ വലിയ വിജയങ്ങൾ നേടി ഇപ്പോൾ നിലവിൽ നവംബർ മാസം 19-ാം തീയതി Disney+ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്ത് മികച്ച അഭിപ്രായങ്ങൾ നേടി മുന്നേറുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.